ഡീമൺ സ്ലെയർ കിമറ്റ്സു നോ യായിബ ബ്ലഡ് ഓഫ് ഡീമൺ ഡിസ്ട്രക്ഷൻ കൊയോഹു ഗൊട്ടുഹെ എഴുതിയതും ചിത്രീകരിച്ചതുമായ ജാപ്പനീസ് മാംഗ പരമ്പരയാണ്. 2016 ഫെബ്രുവരി മുതൽ 2020 മെയ് വരെ യൂഷയുടെ ഷോണൻ മാംഗ മാസികയായ വീക്ക്ലി ഷോണൻ ജമ്പിൽ ഇത് സീരിയലായി പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ അധ്യായങ്ങൾ 23 ടാങ്കോബൻ വാല്യങ്ങളായി ശേഖരിച്ചു. വിസ് മീഡിയ ഇംഗ്ലീഷിലും യൂഷ മാംഗ പ്ലസ് പ്ലാറ്റ്ഫോമിലും ഇത് പ്രസിദ്ധീകരിച്ച കുടുംബം കൊല്ലപ്പെട്ടതിന് ശേഷം അതിജീവ ഏക സഹോദരി നെസുക്കോയെ ഒരു ഡീമനാക്കി മാറ്റുന്നതിലൂടെ വീണ്ടും മനുഷ്യനാകാനുള്ള പ്രതീക്ഷയിൽ ഡീമൺ സ്ലെയർ കോർപ്സിൽ ചേരുന്ന കൗമാരക്കാരനായ ടാൻജിറോ കമാഡയെ ഇത് പിന്തുടർന്നു. യൂഫോടോബിൽ നിർമ്മിച്ച ഒരു ആനിമേഷൻ ടെലിവിഷൻ പരമ്പരയുടെ അഡോപ്ഷൻ 2019 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 26 എപ്പിസോഡുകളിലുള്ള ആദ്യത്തെ സീസൺ സംപ്രേഷണം ചെയ്തു. 2020 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ഡീമൺ സ്ലെയർ കിമറ്റ്സു നോ യായിബ ദി മൂവി മുഗൻ ട്രെയിൻ എന്ന തുടർ ചിത്രവും സംപ്രേഷണം ചെയ്തു. ഇത് എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആനിമേഷനും ജാപ്പനീസ് ചിത്രവുമായി മാറി. ആനിമേഷൻ പരമ്പരയുടെ 18 എപ്പിസോഡുകളുള്ള രണ്ടാം സീസൺ 2021 ഒക്ടോബർ മുതൽ 2022 ഫെബ്രുവരി വരെ സംപ്രേഷണം ചെയ്തു. അതേസമയം ഒരു ഫീച്ചർ ദൈർഘ്യ സമാഹാരമായ ഡീമൺ സ്ലെയർ കിമറ്റ്സു നോ യായിബ ടു ദി സ്വോർഡ് സ്മിത്ത് വില്ലേജ് 2023 ഫെബ്രുവരിയിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. 11 എപ്പിസോഡുകളുള്ള മൂന്നാം സീസൺ 2023 ഏപ്രിൽ മുതൽ ജൂൺ വരെ സംപ്രേഷണം ചെയ്തു. മറ്റൊരു സംഹാരമായ ഡീമൺ സ്ലെയർ കിമറ്റ്സു നോ യായിബ ടു ദി ഹാഷ്റ ട്രെയിനെ 2024 ഫെബ്രുവരിയിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. 8 എപ്പിസോഡുകളുള്ള നാലാം സീസൺ 2024 മെയ് മുതൽ ജൂൺ വരെ സംപ്രേഷണം ചെയ്തു. ഇൻഫിനിറ്റി കാസ്റ്റിൽ സ്റ്റോറി ആർക്ക് ഉൾക്കൊള്ളുന്ന ഒരു ഫിലിം ട്രൈലോജി സ്വീക്കൽ 2025 ജൂലൈയിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു. 2025 ജൂലൈ ആയപ്പോഴേക്കും മാംഗയുടെ 220 ദശലക്ഷത്തിലധികം പകർപ്പുകൾ പ്രചാരത്തിലുണ്ടായിരുന്നു. അതിൽ ഡിജിറ്റൽ പതിപ്പുകളും ഉൾപ്പെടുന്നു. ഇത് എക്കാലത്തെയും മികച്ച വിൽപ്പനയിലുള്ള മാംഗ പരമ്പരയിൽ ഒന്നായി മാറി. 2019 2020 ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മാംഗയായിരുന്നു ഇത്. കഥാതന്തു, ആക്ഷൻ രംഗങ്ങൾ, കഥാപാത്രങ്ങൾ എന്നിവയ്ക്ക് നിരൂപകർ പ്രശംസ ലഭിച്ചു. എക്കാലത്തെയും ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മീഡിയ ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് ദി ഡീമൺ സ്ലെയർ കിമറ്റ്സു നോ യായിബ ഫ്രാഞ്ചൈസ്.